ഇന്ന് ഈ പ്രത്യേക സമയത്ത് ദൈവപരിശുദ്ധാത്മാവ് ലോകവ്യാപകമായി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സമയം നഷ്ടമല്ല. ആ വലിയ പ്രവൃത്തിയുടെ പങ്കാളികളായി തീരുവാനുള്ള വലിയ പദവി, അത്ഭുത പദവി, അത് മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. സാധാരണ ഒരു വ്യക്തിയുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പല്ല നമുക്ക് ലഭിക്കുന്നത്, ഫെലോഷിപ്പല്ല നമുക്ക് ലഭിക്കുന്നത്. സർവശക്തനാകുന്ന പരിശുദ്ധാത്മാവ്. ലൂക്കോസിന്റെ സുവിശേഷം 1:35 നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് സർവശക്തനാകുന്നു. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനാകുന്ന പരിശുദ്ധാത്മാവ്, സർവശക്തനാകുന്ന പരിശുദ്ധാത്മാവ്. സർവശക്തനാകുന്ന പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് സാധാരണ കാര്യമാണോ? 139 സങ്കീർത്തനം 7 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സർവ്വവ്യാപിയാണ്. എല്ലായിടത്തും ഈ പ്രപഞ്ചം മുഴുവൻ അവിടുന്നുണ്ട്. വിശേഷാൽ ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങളുടെ മുറികളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. തിരുവനന്തപുരത്ത് ചർച്ചിനകത്ത് ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. അത്ഭുതകരം. ഒരു പക്ഷെങ്കിൽ ഓസ്ട്രേലിയയിൽ ഇരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ മുറിയിൽ പരിശുദ്ധാത്മാവുണ്ട്. സർവ്വവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് പങ്കാളിത്തം ലഭിച്ചിരിക്കുകയാണ്. അവിടുന്ന് സർവജ്ഞാനിയാകുന്നു. 14 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് സർവ്വവ്യാപിയാകുന്നു, ആമീൻ, സർവജ്ഞാനിയാകുന്നു, സകലവും അറിയുന്നവനാകുന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് നന്നായി അറിയുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ അറിയുന്നവനാകുന്നു പരിശുദ്ധാത്മാവ്. നമുക്ക് പോലും നമ്മെക്കുറിച്ചുള്ള അറിവ് ഭാഗികമാകുന്നുവല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ മുഴുവനായി അറിയുന്നവനാകുന്നു. നമ്മുടെ മുൻകാലങ്ങൾ അറിയുന്നവനാകുന്നു. നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച്, നമ്മുടെ മാതാക്കന്മാരെക്കുറിച്ചൊക്കെ അറിയാവുന്നവനാകുന്ന സർവജ്ഞാനിയാകുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ, ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 33 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു, സകലർക്കും ജീവൻ, സകല ജീവികൾക്കും ജീവനെ കൊടുക്കുന്ന, സകലത്തിനും ശ്വാസം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്, ജീവന്റെ സ്രോതസ്സാകുന്ന പരിശുദ്ധാത്മാവ്. ഇപ്പോൾ നിങ്ങൾ ശ്വസിക്കുന്നു എങ്കിൽ ആ ശ്വാസത്തിൻ്റെ പിന്നിലും പരിശുദ്ധാത്മാവാകുന്നു. നമുക്ക് ശ്വാസം നൽകുന്നവനാകുന്ന പരിശുദ്ധാത്മാവ്. നല്ല പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് അവസരം ലഭിച്ചിരിക്കുന്നവർ, സർവശക്തനാകുന്ന പരിശുദ്ധാത്മാവ്, സർവ്വവ്യാപിയാകുന്ന പരിശുദ്ധാത്മാവ്, സർവജ്ഞാനിയാകുന്ന പരിശുദ്ധാത്മാവ്, ജീവനെ നൽകുന്നവനാകുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ അവസരം ലഭിക്കുക, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുക ചെറിയൊരു കാര്യമാണോ? അല്ല. ആമേൻ. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഭൂമിയിലായിരിക്കുന്ന, ആമേൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കുവാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കുവാനുള്ള അത്ഭുത പദവി ലഭിച്ചിരിക്കുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സന്തോഷമുള്ളവർ, അതിൽ സന്തോഷമുള്ളവർ കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അറിയുവാൻ, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ആയിരിക്കുവാൻ അവസരം നൽകിയിരിക്കുന്ന നല്ല പരിശുദ്ധാത്മാവേ. ക്രിസ്തീയ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് പരിശുദ്ധാത്മാവിനെ അറിയുക, പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുക. ആമേൻ. കൂടുതൽ കൂടുതൽ അടുപ്പം വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ അറിയുവാൻ പോകുകയാണ്. അടുപ്പം വർദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവില്ലെങ്കിലും പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. യേശു യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതൊരവസ്ഥയാണ്, അതൊരു വളർച്ചയാണ്. ഒരു വ്യക്തി യേശുവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിച്ചേരും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം മറ്റൊരാൾക്ക് പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല എന്നല്ല. അവരവരുടെ തീരുമാനമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ പലതും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. എന്നാൽ ഒരാൾ ആ ഇൻറ്റിമസിയിൽ വർദ്ധിക്കുമ്പോൾ ആ വ്യക്തിക്ക്
എല്ലാ കാര്യത്തിനും പരിശുദ്ധാത്മാവ് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രസംഗിക്കുവാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത്. വാഹനം ഓടിക്കുവാൻ വേണ്ടി കയറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. വീട്ടിലായിരിക്കുമ്പോൾ ആമേൻ സഹോദരിമാർ മനസ്സിലാക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവുമായുള്ള അടുപ്പത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ അടുക്കളയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. ആമേൻ. നിങ്ങൾ ആ വാഷിംഗ് മെഷീൻ്റെ അരികിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വളരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിനെ കൂടാതെ അവിടുന്ന് ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് യേശു പ്രത്യേകമായി പറഞ്ഞത്? യേശുവിൻ്റെ കൂടെ ഈ ശിഷ്യന്മാർ 3.5 വർഷത്തോളം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങൾ ചെയ്തവരാണ്. അവരും അത്ഭുതങ്ങൾ ചെയ്തു, അവരും പ്രസംഗിച്ചു. യേശു ചെയ്ത ശുശ്രൂഷകളെല്ലാം കണ്ടവരാണ്. നല്ല പരിചയ സമ്പന്നരായി തീർന്നിരിക്കുന്നു. 3.5 വർഷമൊക്കെ യേശുക്രിസ്തു നേതൃത്വം കൊടുക്കുന്ന ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷയെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല, ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയാൽ മതി. എന്നാൽ യേശു അവരോട് പറയുകയാണ്, അല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ പോകുന്നവരാണ്. നിങ്ങൾ കേവലം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കുവാൻ പോകുന്നവരല്ല, നിങ്ങൾ എൻ്റെ സാക്ഷികൾ. യേശു ആരാകുന്നു? യേശുവിൻ്റെ വിറ്റ്നസ്സസ് ആകുവാൻ വേണ്ടി, സാക്ഷികളാകുവാൻ വേണ്ടി പോകുന്നവരാണ്. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നെ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം? കഴിഞ്ഞ 3.5 വർഷമല്ല നിങ്ങൾ എന്നെ അറിയുന്നുള്ളൂ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന സമയം നിങ്ങൾ അറിയുന്നുണ്ടോ? ഞാൻ നസ്രയത്തിൽ ഓടിക്കളിച്ച സമയം നിങ്ങൾ അറിയുന്നുണ്ടോ? എന്നെ മൊത്തമായി അറിയുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സാക്ഷിയാകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ കരുതുമായിരിക്കും, നിങ്ങൾക്ക് പാഠവമുണ്ട്, നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ അറിയാമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം. ക്രിസ്തീയ ശുശ്രൂഷയുടെ മർമ്മമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകണമെങ്കിൽ സ്വന്തം അറിവ് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും കഴിയുകയില്ല. യേശുവിനെ അറിയുന്ന ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറയുവാൻ കഴിയത്തുള്ളൂ. യേശുവിനെ അറിയുന്ന ഒരാൾ പരിശുദ്ധാത്മാവാകുന്നു. ആമേൻ. അമ്മയുടെ ഉദരം മുതൽ പരിശുദ്ധാത്മാവും യേശുവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിക്കുക. മറി ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. ഗബ്രിയേൽ ദൂതൻ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഉദരത്തിൽ പുരുഷനെ അറിയാതെ മറിയ ഗർഭം ധരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:14 നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു. അപ്പോൾ ആ ഗർഭധാരണത്തിന്റെ പിന്നിൽ, ആ കൺസെപ്ഷന്റെ പിന്നിൽ ഹോളി സ്പിരിറ്റും വേർഡ് ഓഫ് ഗോഡുമാണ്. ആമേൻ. ഇന്നും അതേ കാര്യമാണ് നമ്മുടെ നടുവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ പറയുന്ന ശബ്ദങ്ങൾ നിങ്ങളുടെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഹോളി സ്പിരിറ്റ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. വേർഡും ഹോളി സ്പിരിറ്റും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പ്രാസമൊപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നിന്നുകൊണ്ട് 1 2 3 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ആത്മശക്തി ഇറങ്ങും. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ഒരു നിലവാരത്തിലേക്ക് ആ ആത്മമണ്ഡലത്തെ കർത്താവ് വൈകാതെ തുറക്കുവാൻ പോകുകയാണ്. വിശ്വസിച്ച് സ്വീകരിച്ചു കൊള്ളണം. കേരളത്തിന്റെ ആത്മമണ്ഡലം ആ നിലവാരത്തിലേക്ക് തുറക്കപ്പെടട്ടെ. ആമേൻ. തിരുവനന്തപുരത്തിന്റെ ആത്മമണ്ഡലം ആ നിലവാരത്തിലേക്ക് തുറക്കപ്പെടട്ടെ. അഭിഷക്തന്മാർ കയറി നിന്ന് 1 2 3 എന്ന് പറയുമ്പോൾ ജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി നടക്കുന്ന, ജനത്തിന്റെ മേൽ വിടുതൽ നടക്കുന്ന, ജനത്തിന്റെ മേൽ ആത്മശക്തിയുടെ പകർച്ച സംഭവിക്കുന്ന നിലവാരത്തിലേക്ക് ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മ പ്രവർത്തികൾ പുറപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവും ദൈവവചനവും. അമ്മയുടെ ഉദരത്തിൽ യേശുവായിരുന്ന സമയം പരിശുദ്ധാത്മാവും ദൈവവചനവും. ശിഷ്യന്മാരോട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ സാക്ഷികളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്ന സന്ദർഭം, ആ സന്ദർഭം അറിയുന്നത് പരിശുദ്ധാത്മാവാണ്. ആമേൻ. നസ്രയത്തിൽ ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോൾ എന്നെ നന്നായി അറിഞ്ഞവൻ പരിശുദ്ധാത്മാവാണ്. എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു.
വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഗലീലയിൽ നിന്ന് യോർദാങ്കൽ വന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷമായിട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരികയാണ്. വെള്ളത്തിൽ നിന്ന് കയറി വന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ദേഹരൂപത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരികയാണ്. അത് ഒരു ഒഥന്റിക്കേഷനാണ്. പരിശുദ്ധാത്മാവ് ഭൂലോകരോട് വിളിച്ചു പറയുകയാണ്, എനിക്കിറങ്ങുവാൻ കഴിയുന്ന വ്യക്തിയാണിവൻ. ആമേൻ. ഞാൻ ഇവനെ അറിയുന്നു. ഇവന്റെ അമ്മയുടെ ഉദരം മുതലുള്ള ജീവിതം മുഴുവൻ എനിക്കറിയാം. ഈ 30 വർഷത്തെ ചരിത്രം മുഴുവൻ എനിക്കറിയാം. ഞാൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് ഇറങ്ങുവാൻ കഴിയുന്നവനാകുന്നു യേശു. വാ, ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് എല്ലായിടത്തും ഇറങ്ങത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് അവിടെ യോർദാന്റെ കരയിൽ വെച്ച് യേശുവിൻ്റെ മേൽ ഇറങ്ങുന്നതിലൂടെ ലോകത്തിന് സന്ദേശം കൊടുക്കുകയാണ്. അത് ഒരു വിളംബരമാണ്, ഒരു വിളംബര സന്ദേശമാണ്. എനിക്കിറങ്ങുവാൻ കഴിയുന്നവനാണ് യേശു കർത്താവ്. അമ്മയുടെ ഉദരം മുതൽ ഈ യോർദാന്റെ കരയിൽ നിൽക്കുന്ന ഈ നിമിഷം വരെ കുറ്റമറ്റവനാകുന്നു യേശു. ആമേൻ. ടോട്ടലി പെർഫെക്റ്റ്. കുറ്റമറ്റവനാകുന്ന യേശു, കുറ്റമറ്റവനാകുന്ന യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞങ്ങൾക്കൊക്കെ ഒരുപാട് കുറവുകളുണ്ടല്ലോ, എന്നിട്ടും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നല്ലോ. ആ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മേൽ, നമ്മുടെ മേലെല്ലാം കുറവുകളുണ്ട്. കുറവുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നന്നാകാതെ ഇരുന്ന സമയത്ത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അല്പം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയാമോ? രഹസ്യം വളരെ ലളിതമാണ്. നിന്റെ അകത്ത് യേശു വന്നതുകൊണ്ടാണ്. യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയില്ലേ? യേശു നിന്റെ അകത്ത് വന്നതുകൊണ്ടാണ് നിന്റെ മേൽ കുറവുകൾ ഉണ്ടായിട്ടും നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. വാ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറവുകൾ തീർക്കുവാൻ വേണ്ടിയാണ്, നിന്നെ യേശുവിനെ പോലെ ആക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശു അകത്ത് വന്നതുകൊണ്ടാണ്. യോർദാന്റെ കരയിൽ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരുന്ന ആ നിമിഷത്തിലാണ് പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഒരു സമ്മേളനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ആമേൻ. വചനം ജഡമായി തീർന്നവൻ, മനുഷ്യനെ പോലെ ശരീരമുള്ളവനായി മനുഷ്യരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എല്ലാവരും കാണെ. യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ ഒരു നിവൃത്തീകരണം കൂടിയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും. യഹൂദന്മാരത് വിശ്വസിച്ചില്ല. ആ സമയത്ത് യഹൂദന്മാർ ആ പ്രവചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജഡത്തിൻ്റെ മേൽ എങ്ങനെയാണ് ആത്മാവ് വരുന്നത്? ആത്മാവിൻ്റെ മേലല്ല ആത്മാവ് വരികയുള്ളൂ. ആമേൻ. അവർ തള്ളിക്കളഞ്ഞ ആ പ്രവചനം സാധ്യമാകുമെന്ന് യഹൂദന്മാർക്ക് തന്നെ തെളിവ് കൊടുക്കുകയാണ്. വചനം ജഡമായവൻ യോർദാന്റെ കരയിൽ നിൽക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവ് ജഡത്തിന്റെ മേൽ ഇറങ്ങുന്നു. വാ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ്, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ദൂരവേ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ പോകുകയാണ്. നിന്റെ ഗുണമേന്മ കൊണ്ടല്ല, നിന്റെ പ്രത്യേകതകൾ കൊണ്ടല്ല, നിന്റെ പഠിപ്പ് കൊണ്ടല്ല, നിന്റെ പരിശുദ്ധി കൊണ്ടല്ല, നിന്റെ അകത്ത് യേശു വന്നതുകൊണ്ട് നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുവാൻ പോകുന്നു. മാത്രവുമല്ല, അതൊരു വാഗ്ദത്ത നിവർത്തീകരണമാണ്, പ്രവചന നിവർത്തീകരണമാണ്. ജഡത്തിന്റെ മേൽ ആത്മാവ് ഇറങ്ങുവാൻ പോകുന്നു. ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ പോകുകയാണ്. അത് വിശ്വസിച്ചോണം. ഇന്ത്യ മുഴുവൻ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചോണം. തിരുവനന്തപുരം മുഴുവൻ അത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചോണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. വലിയൊരു അന്ത്യകാല ഉണർവിന് വേണ്ടി ആമേൻ വിളിക്കപ്പെട്ടവരാകുന്നു നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെങ്കിൽ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെങ്കിൽ ഇനി നിങ്ങളിലൂടെ അനേകർ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അനുഭവിക്കുവാൻ പോകുകയാണ്. ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും കൈയടിച്ചു കൊണ്ടിരിക്കുവാൻ വേണ്ടിയല്ല, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുവാൻ വേണ്ടിയല്ല. നിനക്ക് പുറത്തൊരു ദൗത്യമുണ്ട്. 100 കണക്കിന് ആളുകളെ വിടുവിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, ആത്മമണ്ഡലം തുറക്കപ്പെടുവാൻ വേണ്ടി. ഈ ഒക്ടോബർ കഴിഞ്ഞ് യാത്രകൾ ആരംഭിച്ചപ്പോൾ ഒരുപാട് യാത്രകൾ, ഞാൻ പഞ്ചാബിലേക്ക് പോയി, ഡൽഹിയിലേക്ക് പോയി. പഞ്ചാബിൽ ചെന്നപ്പോൾ പഞ്ചാബിൻ്റെ ആത്മമണ്ഡലം തുറന്നു കിടക്കുക.
അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ അനുഭവിക്കുന്നത് ഒരു പേഴ്സണൽ റിവൈവൽ മാത്രമാണ്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ആത്മമണ്ഡലം തുറന്നു കിടക്കുന്ന ഒരു സഭയുടെ മുൻപിൽ, ഈ സഭയുടെ ആത്മതലത്തിൽ ആത്മമണ്ഡലം തുറക്കപ്പെട്ട് കിടക്കുകയാണ്. എന്നാൽ പഞ്ചാബിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്റ്റേറ്റിൻ്റെ മുകളിൽ മുഴുവൻ ആത്മമണ്ഡലം തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അതേ നിലവാരത്തിലേക്ക് ദൈവം നമ്മുടെ സംസ്ഥാനത്തെ മാറ്റട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ അരുണാചൽ പ്രദേശിൽ കടന്നുപോയി. അരുണാചൽ പ്രദേശും അതേപോലെയുള്ള ഒരു അനുഭവത്തെയാണ് ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ഇന്നും അത് ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് യുവജനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. കഴിഞ്ഞുപോയ നാളുകളിൽ ഏറ്റവും വലിയൊരു സങ്കടമായിരുന്നു, അവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഡ്രഗ്സിനും മറ്റും അഡിക്റ്റായി തീർന്നു. നമ്മുടെ ചർച്ചുകളിലുള്ള കുട്ടികൾ പോലും ഈ LSD, മരജ്വാന, ഹഷിഷ് അങ്ങനെയുള്ള സബ്സ്റ്റൻസ് അഡിക്ഷനിലേക്ക് പോയി. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടമായിട്ട് യുവജനങ്ങളെ കർത്താവ് തൊടുകയാണ്. പ്രത്യേകമായിട്ട് ഈ കോവിഡ് സീസണ് നമ്മൾ നന്ദി പറയണം. കോവിഡ് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലോകവ്യാപകമായിട്ടുണ്ടായി. എന്നാൽ മറുവശമാണ് ഞാൻ പറയുന്നത്. മറുവശത്ത് ഈ കോവിഡ് സീസണിൽ കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്തു. ഈ അരുണാചൽ പ്രദേശിൽ ഒരു ചെറുപ്പക്കാരൻ ഈ കോവിഡ് സീസൺ 2020 തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടിയിട്ട് അവർ പറഞ്ഞു, നമുക്കെന്നാൽ ഓൺലൈനിലെങ്ങാനും മറ്റു പ്രാർത്ഥനകൾ നടത്താനൊക്കെ ഇല്ലല്ലോ, ഓൺലൈനിലൊരു പ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞൊരു ഓൺലൈനിലൊരു പ്രാർത്ഥന തുടങ്ങി. അത് നോർത്ത് ഈസ്റ്റിനെ മുഴുവൻ തൊട്ടു. 10,000 പേരൊക്കെ ഒരേ സമയം ഇരുന്ന് കാണുന്ന നിലവാരത്തിൽ ആ 2020 ആ ലൈവ് പ്രക്ഷേപണത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഫലമെന്ന് പറയുന്നത്, ഇവിടെ ഒരു 500-ലധികം ചെറുപ്പക്കാർ ഈ സ്ഥലത്ത്, ഈ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടം അങ്ങ് എഴുന്നേറ്റു. ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കുകയാണ്. വളരെ അസാവഹമാകുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ പറയുകയായിരുന്നു, അവൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു MPhil അതുപോലെയുള്ളൊരു കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളേജ് സ്കൂൾസ് തുറന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുന്നമേ തുറന്നപ്പോൾ ഈ 2 ആഴ്ചയ്ക്ക് മുമ്പായിരിക്കും അവൾ ക്ലാസ്സിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവൾക്ക് പെട്ടെന്നൊരു പ്രേരണയുണ്ടാണ്. ടീച്ചർ വന്നിട്ടില്ല, പെട്ടെന്നൊരു പ്രേരണയുണ്ടാകുകയാണ്. എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതിനകത്തിരിക്കുന്ന, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. ഇവൾക്കങ്ങ് ഹൃദയത്തിൽ പ്രേരണയുണ്ടാകുകയാണ്, എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കണമെന്ന്. അവൾ പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ടെന്ന് പറഞ്ഞ് അടുത്തൊരു 10 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ടീച്ചർ അതുവഴി നടന്നുപോയി. ടീച്ചർ അത് കണ്ടു. ടീച്ചറും ഇത് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഇവളെ വിളിച്ചു. ടീച്ചർ പറഞ്ഞു, നീ അത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിന്റെ മുഖത്തൊരു സമാധാനം ഞാൻ കണ്ടു. ആ സമാധാനം എനിക്കെങ്ങനെ കിട്ടും, നീ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു വലിയ തലമുറയെ കർത്താവ് വേഗത്തിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്യഭാഷകളിൽ സംസാരിക്കൽ. തലമുറകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അവരെ കാനഡയിൽ അയക്കുവാനോ അവരെ ജർമ്മനിയിൽ അയക്കുവാനോ ഒന്നും തത്രപ്പെടാതെ അവരുടെ മേൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നീ ഉയർത്തുകയാണ് എങ്കിൽ പരിശുദ്ധാത്മാവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും. പ്രാപിക്ക ആത്മാവിന്റെ തീ കത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ആമേൻ. ആ കുട്ടികളുടെ സാക്ഷ്യം വളരെ രസമാകുന്ന സാക്ഷികളാണ്. ആമേൻ. കുറേ കുട്ടികളിങ്ങനെ അവർ പരസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് യൗവനക്കാർ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ ഫോറിൻ ലിക്വേഴ്സിൻ്റെ ലിക്വർ വിൽക്കുന്ന ആ ഇടം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രേരണയുണ്ടായി. ആ സെയിൽസ്മാൻ സെയിൽസിൽ നിൽക്കുന്നവരോട് സുവിശേഷം പറയണം. അവർ കയറി ചെന്നു. അപ്പോൾ ഈ സെയിൽസിൽ നിൽക്കുന്നവരായിരിക്കുന്ന ഇവർ മദ്യം വാങ്ങുവാൻ വേണ്ടി വരികയാണ് എന്ന് കരുതി ഇവർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറയുന്നത് അടുത്തൊരു 5 മിനിറ്റ് കേൾക്കണം. ആ സമയത്ത് മറ്റാരും കൂടെ ഉണ്ടായിരുന്നില്ല. സെയിൽസിൽ നിന്നവരോട് ഇവർ സുവിശേഷം പറഞ്ഞു. ആമേൻ. അപ്പോൾ അവരുടെ ഉള്ളിലെ പാഷനാണ് അത് വെളിപ്പെടുത്തുന്നത്. ആരോടും സുവിശേഷം പറയുവാൻ വേണ്ടിയുള്ള ആ പാഷനാണ്. ഒരു യൗവനക്കാരനാകുന്ന സുവിശേഷകനെ തലമുടി വെട്ടുവാൻ വേണ്ടി പോകുമായിരുന്നു. അത് തലമുടി വെട്ടുവാൻ വേണ്ടി സ്ഥിരമായി പോകുന്ന ആ ബാർബറോട് ഇടയ്ക്കിടയ്ക്ക് സുവിശേഷം പറയുമായിരുന്നു. അതേ ഒരു പാസ്റ്റർ, ഇദ്ദേഹം ഒരു പാസ്റ്റർ കൂടിയാണ്. ഇറ്റാനഗറിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ചുണ്ട്. ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ തലമുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർ, ഈ യൗവനക്കാരനാകുന്ന ഈ പാസ്റ്ററുടെ മേൽ ആത്മശക്തി വന്നു. ഈ ബാർബറോട് കയറി പ്രവചിച്ചു. ബാർബർ അടിച്ച് താഴെ പോയി ഒരു ഭൂതം ഇളകി. അന്ന് ബാർബർ വിടുവിക്കപ്പെട്ടു. അടുത്ത ഞായറാഴ്ച ബാർബർ ചർച്ചിൽ വന്നു. അവൻ്റെ മേലുള്ള കെട്ടുകൾ പൊട്ടി.
അവൻ്റെ മേലുള്ള മദ്യപാന കെട്ടുകൾ പൊട്ടി, ആ അഡിക്ഷൻസിന്റെ കെട്ടുകൾ പൊട്ടി. അടുത്തൊരു മാസം കഴിഞ്ഞപ്പോൾ ഈ ബാർബർ വന്നിട്ട് ഈ പാസ്റ്ററോട് സാക്ഷ്യം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മാസത്തെ വരുമാനം എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. 80,000-ലധികം രൂപയുണ്ട്. ഒരു ബാർബറുടെ മന്ത്ലി ഇൻകമാണ്. അദ്ദേഹം ഫേഷ്യൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ മുഴുവൻ കള്ളുകുടിച്ച് കളയുകയായിരുന്നു, മുഴുവൻ കള്ളുകുടിച്ച് നശിപ്പിക്കുകയായിരുന്നു. യേശു വന്നതോടുകൂടെ ജീവിതത്തിന് ക്രമമുണ്ടായി, ജീവിതത്തിനൊരു എക്കോണമി ഉണ്ടായി, ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ടായി. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ കയ്യിൽ പൈസ നിന്നു. അവൻ്റെ ഫാമിലിക്ക് അവൻ ആദ്യമായിട്ട് പണം കൊടുക്കുവാൻ യേശുവിൽ വന്നതുകൊണ്ടൊരു അത്ഭുതം സംഭവിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന ആർക്കോ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആമേൻ. ചോർച്ചകൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ യേശു വരേണ്ടത് ആവശ്യമാണ്. ദുഷ്ടൻ നിന്റേത് പലതും കവർന്നു കൊണ്ടുപോകുന്ന അവൻ കള്ളനാണ്. അവൻ നിന്റേത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന് രാത്രി ആ മോഷണത്തെ നിനക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. യേശു നിന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുകയാണ്. നിന്റെ ഉള്ളിൽ സമാധാനം വരുവാൻ പോകുന്നു, നിന്റെ ഭവനത്തിൽ സമാധാനം വരുവാൻ പോകുന്നു, നീ മറ്റുള്ളവർക്കൊരു പ്രയോജനമായി തീരുവാൻ പോകുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു ദൈവവൈതലിന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. യേശു യോഹന്നാനാൽ സ്നാനം സ്വീകരിച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി വരികയാണ്. ആമേൻ. വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യത്തിൽ യേശു പരസ്യമാകുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. ഇപ്പൊ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മേൽ വന്നത് അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ചയാണ്. നമ്മുടെ മേലൊക്കെ ആത്മപകർച്ച വന്നപ്പോൾ ഒരു മെഷറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ മേൽ വന്നപ്പോൾ അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ചയാണ്. എന്നാൽ വിശ്വസിക്കുക, ആമേൻ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ മേൽ അളവ് കൂടാതെയുള്ള ഒരാത്മപകർച്ച വന്നു എങ്കിൽ യേശുവിൻ്റെ മടങ്ങിവരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈ തലമുറയുടെ മേൽ അളവ് കൂടാതെയുള്ളൊരു പകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുകയാണ്. നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വീകരിച്ചോണം. അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്, അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ചയെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാൻ പോകുന്നു. അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ച, അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ച നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ, അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ച നിന്റെ ആധരത്തെ നിറയ്ക്കുന്ന, നിന്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന ആത്മപകർച്ച, നിന്റെ ഭവനത്തെ നിറയ്ക്കുന്ന ആത്മപകർച്ച. യെസ്. വിശ്വസിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക. ഡിനോമിനേഷൻസിനെ നോക്കാതെയുള്ള ഒരു ആത്മപകർച്ച. യെസ്. പ്രൈസ്, പ്രൈസ്, പ്രൈസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുകയാണ്. നിന്റെ അധരത്തെ നിറയ്ക്കട്ടെ, നിന്റെ അധരത്തെ നിറയ്ക്കട്ടെ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിറയ്ക്കട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. നിന്റെ ഭവനങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ, നിന്റെ ഭവനങ്ങളെ കർത്താവ് പ്ലാറ്റ്ഫോമുകളാക്കട്ടെ, സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകളാക്കട്ടെ. നിന്റെ വീട്ടിൽ കയറുന്നവൻ വിടുവിക്കപ്പെടട്ടെ. അളവ് കൂടാതെയുള്ള ഒരു ആത്മപകർച്ച. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാ ആ നിലവാരത്തിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, അതിന് ഡിനോമിനേഷനൊന്നും ബാധകമല്ല. ഞാൻ ഗുവാഹട്ടിയിലായിരുന്നപ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഗുവാഹട്ടിയിലായിരുന്നപ്പോൾ ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററും ചില വിശ്വാസികളും എന്നെ കാണുവാൻ വേണ്ടി വന്നു.
അപ്പോൾ അവരുടെ അനുഭവങ്ങൾ പറയാണ്. ബാപ്റ്റിസ്റ്റാണ്, വില്ലേജിലെ ബാപ്റ്റിസ്റ്റുകാരാണ്, ബാപ്റ്റിസ്റ്റ് പാസ്റ്ററാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ബാപ്റ്റിസ്റ്റ് പാസ്റ്റർ അന്യഭാഷയിൽ സംസാരിക്കുന്നു. 3 മാസമായി വിശ്വാസത്തിലേക്ക് വന്ന ഒരു പുതിയ വിശ്വാസി അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഞാൻ ആ പുതിയ വിശ്വാസിയോട് ചോദിച്ചു, നിനക്കെന്ത് സംഭവിച്ചു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഒരു പ്രത്യേക രോഗം, ട്യൂമറുമായി ബന്ധപ്പെട്ട് ചികിത്സ ലഭിക്കാതെ ആശുപത്രിയിലായിരുന്നു, ചികിത്സ ചെയ്യാൻ ഒക്കത്തില്ല, മരിച്ചു പോകുമെന്നുള്ള നിലവാരത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആശുപത്രിയിലായിരുന്നു. ഡോക്ടേഴ്സ് എന്നെ സഹായിക്കുവാൻ അവർ തയ്യാറാകാതിരുന്നപ്പോൾ അവിടെ ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, ഒരു പ്രായമുള്ള അമ്മ ഇവനെ കണ്ടു. അവർ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരി ഈ ട്യൂമർ വന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, ഡോക്ടർക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയത്തില്ലെങ്കിൽ യേശുവിന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ കുറിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ആ അമ്മ പോകുന്നത് ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിലായിരുന്നു, വില്ലേജ് ചർച്ചിലായിരുന്നു. ഇവനെ ആ വില്ലേജ് ചർച്ചിൽ കൊണ്ടുപോയി ആ വില്ലേജ് ചർച്ചിലെ ബാപ്റ്റിസ്റ്റുകാർ പ്രാർത്ഥിച്ചാണ് അവൻ സൗഖ്യമായത്. അവൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. ഡിനോമിനേഷൻ ഒന്നും ബാധകമല്ല, അഭിഷേകം ചലിക്കാൻ പോകുകയാണ്. നീ ബാപ്റ്റിസ്റ്റ് ആണെങ്കിലും, നീ പെന്റക്കോസ്റ്റലാണെങ്കിലും, നീ പ്രെസ്ബിറ്റേറിയൻ ആണെങ്കിലും, യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ പോകുകയാണ്. നീ കൈവെക്കുന്ന രോഗികൾ സൗഖ്യമാകുവാൻ പോകുകയാണ്. നിന്റെ അടുക്കൽ വരുന്ന ബന്ധിക്കപ്പെട്ടവൻ വിടുവിക്കപ്പെടുവാൻ പോകുന്നു. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റുഷറ ബെഹല റബൻതിനി അൽകബന. ആമേൻ. ആ ഒരു തലത്തിൽ എത്തുമ്പോഴാണ് ആത്മാവിനെ അളവ് കൂടാതെയുള്ള ഒരു പകർച്ച. ആ ഒരു തലത്തിൽ എത്തുമ്പോഴാകുന്നു ഞാൻ പറഞ്ഞതുപോലെ 1 2 3 പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ചലിക്കും. റോഡ്നി ഹോവാർഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അസാധാരണമാകുന്ന പരിശുദ്ധാത്മ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് കരുതരുത്, ഞാൻ എന്തെങ്കിലും വളരെ മെച്ചമാകുന്ന പദങ്ങൾ ഉപയോഗിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ടാണ് എന്ന് കരുതരുത്. ഇത് പരിശുദ്ധാത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഞാൻ ഈ വേദിയിൽ നിന്ന് 1 2 3 4 എന്ന് പറഞ്ഞാലും നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വരും. കാരണം ഒരു മനുഷ്യന്റെ കഴിവുകളല്ല അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്, തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ റോഡ്നിയ വേദിയിൽ നിന്നുകൊണ്ട് 1 2 3 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിന്റെ മേൽ അഭിഷേകം ചലിക്കുവാൻ തുടങ്ങി. ആമേൻ. നിന്നെ അതേപോലെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ വീട്ടിൽ വരുന്നവരെ നീ നോക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്ന നിലവാരത്തിലേക്ക്, അവരുടെ മേലുള്ള കെട്ടുകൾ കത്തിപ്പോകുന്ന നിലവാരത്തിലേക്ക്, അവരുടെ മേലുള്ള രോഗബാധകൾ വിട്ടുപോകുന്ന നിലവാരത്തിലേക്ക്. ഓ, വിശ്വസിച്ച് സ്വീകരിക്കാം. ആ ഒരു നിലവാരത്തിലേക്ക് കർത്താവ് തന്നെ മാറ്റുവാൻ പോകുകയാണ്. വീര്യപ്രവർത്തികളുടെ എണ്ണം വർദ്ധിക്കണം. ആമേൻ. ഞാൻ ഈ നിലയിൽ സംസാരിക്കുന്ന ആളാണ്. 25 വർഷമായിട്ട് ഞാൻ ഈ നിലയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീര്യപ്രവർത്തികൾ, പരിശുദ്ധാത്മതി, അതൊക്കെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആമേൻ. ആ ദൗത്യം ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. വീര്യപ്രവർത്തികളുടെ എണ്ണം വർദ്ധിക്കണം. മൈറ്റി വർക്ക്സ്, വണ്ടേഴ്സ്, സൈൻസ് ആൻഡ് മിറക്കിൾസ് വർദ്ധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം വായിക്കുകയാണ്. അവിടെ കർത്താവ് വീര്യപ്രവൃത്തികൾ നടന്നിട്ടും മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ ശാസിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. കർത്താവ് അതിനകത്തുനിന്ന് എന്നോട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംസാരിച്ചു. ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. പിന്നെ അവൻ, മത്തായി 11:20 മുതലുള്ള വാക്യങ്ങൾ, പിന്നെ അവൻ യേശു തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് വീര്യപ്രവൃത്തികളൊന്നും കാര്യമില്ല എന്ന്. എന്നാൽ ഇനി ശ്രദ്ധിക്കണം. കൊരിസീനെ നിനക്ക് ഹാ കഷ്ടം, ബെത്സൈദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ടു തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൊരു ബോധ്യമുണ്ടായി. സോറും സീദോനും മാനസാന്തരപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? വീര്യപ്രവർത്തികൾ. പ്രൈസ് ഗോഡ്. ആമേൻ. കൊരിസിൻ മാനസാന്തരപ്പെട്ടില്ല, ബത്സൈദയിൽ അതിനനുസരിച്ചുള്ള വിടുതൽ നടന്നില്ല. എന്നാൽ കർത്താവ് തന്നെ പറയുകയാണ്, ഇത് സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ, നമ്മളല്ലേ സോരും സീദോനും, യഹൂദന്മാരുടെ ഇടയിലുള്ള ബത്സൈദയിലും കഫർനഹൂമിലും അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ സോരും സീദോനുമില്ലേ? ജാതികളുടെ ഇടയിലല്ലേ? ജാതികളുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ നടക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടുവാൻ പോകുകയാണ്. ഇനി കേട്ടോണം, 23-ാം വാക്യം, നീയോ കഫർനഹൂമേ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അതിന്നുവരെ നിൽക്കുമായിരുന്നു. പാപപൂരിതമാകുന്ന ഈ ലോകത്തിൽ ആമേൻ വീര്യപ്രവർത്തികൾ നടക്കട്ടെ.
ചില പട്ടണങ്ങളിൽ ഗന്ധകവും തീയും ഇറങ്ങി ആ പട്ടണം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അഭിഷേകമുള്ളവരുടെ കയ്യിൽ നിന്ന് വീര്യപ്രവർത്തികൾ പുറപ്പെടട്ടെ. വാ, കർത്താവ് പറയുകയാണ്, സോതോമിൽ ഏതെങ്കിലും ഒരു അഭിഷക്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ലോത്ത് അവിടെ ഉണ്ടായിരുന്നു, ലോത്തിന് അത്ഭുതങ്ങളെ റിലീസ് ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടായിരുന്നു. അബ്രഹാമിലൂടെ അത്ഭുതങ്ങൾ നടന്നില്ലേ? അബ്രഹാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ലോത്തിന് അത് കഴിയുമായിരുന്നു. ലോത്തിന് യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുള്ള വ്യക്തിയായിരുന്നു. ലോത്തിന് കൈനീട്ടി അവിടെ വീര്യപ്രവർത്തികളെ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. അയാൾക്കത് കഴിഞ്ഞില്ല. സോതോമിലൊരു അഭിഷക്തൻ ഉണ്ടായിരുന്നുവെങ്കിൽ, വീര്യപ്രവർത്തികൾ ആ അഭിഷക്തനിലൂടെ പുറപ്പെട്ടിരുന്നുവെങ്കിൽ, യേശു പറയുന്നത് ഇന്നുവരെ സോതോം നിൽക്കുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തമാകുന്ന കാര്യമാണ്. അളവ് കൂടാതെയുള്ള ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യട്ടെ. പല പട്ടണങ്ങളും നശിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, പല ദേശങ്ങളും നശിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അഭിഷേകമുള്ളവർ ആ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. അഭിഷേകമുള്ളവർ ആ ദേശത്ത് എഴുന്നേൽക്കട്ടെ. ആ ദേശങ്ങളിൽ വീര്യപ്രവർത്തികൾ നടക്കട്ടെ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൂരവേ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ കൈകളിലൂടെ വീര്യപ്രവർത്തികൾ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളാകുന്നു എങ്കിൽ നിങ്ങളുടെ കൈകളിലൂടെ വീര്യപ്രവർത്തികൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പോകുന്ന ബാർബർ ഷോപ്പിൽ ഉണർവ് നടക്കട്ടെ. ആമേൻ. നിങ്ങൾ പോകുന്ന ആ ഗ്രോസറി ഷോപ്പിൽ ഉണർവ് നടക്കട്ടെ. ഒരു VIP വരികയാണ് എങ്കിൽ പട്ടണങ്ങൾ നിശ്ചലമാകും. പുതിയ സമയം, പുതിയ സീസൺ വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരു അഭിഷക്തൻ പട്ടണത്തിൽ ഇറങ്ങുമ്പോൾ പട്ടണം നിശ്ചലമാകുന്ന, അഭിഷേകത്താൽ പട്ടണം നിശ്ചലമാകുന്ന നിലവാരത്തിലേക്ക് അളവ് കൂടാതെയുള്ള ഒരു അഭിഷേകത്തിന്റെ പകർച്ച സ്വീകരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ സ്വീകരിച്ചോ. Shabara bahatar bahatana ratar bakatarbana samatana ushbal brantana degalkara russa tarbana hadul rabakatana degalkara. ഓ ജന്മസര, നമ്മുടെ കർത്താവിനോടുകൂടെ അമ്മയുടെ ഉദരം മുതൽ പരിശുദ്ധാത്മാവ്, സ്നാന സമയത്ത് പരിശുദ്ധാത്മാവിനെ കാണുവാൻ കഴിയുന്നു. ശുശ്രൂഷയിലേക്ക് യേശു പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനോട് കൂടെയുണ്ട്. ആമേൻ. മത്തായിയുടെ സുവിശേഷം 12:28 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് രോഗികളെ സൗഖ്യമാക്കുവാൻ തുടങ്ങി, ഭൂതങ്ങളെ പുറത്താക്കുവാൻ തുടങ്ങി. അത് എങ്ങനെയാണ് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ആമേൻ. യേശു അവിടെ പറയുന്നത് 28-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനാലാകുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവപരിശുദ്ധാത്മാവ് ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ ആയിരിക്കാം. നിങ്ങൾ എഞ്ചിനീയർ ആയത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ദൈവം ആ കഴിവ് തന്നതുകൊണ്ടാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആമേൻ. ഓരോ ആയുധം പണി തീർത്ത് പണിയുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ കൊല്ലനെ ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കൊല്ലന്, ആമേൻ, ആ ബ്ലാക്ക് സ്മിത്ത് ആകുവാൻ വേണ്ടിയുള്ള കഴിവ് കൊടുത്തത് ആരാണ്? ദൈവമാണ്. പക്ഷേ അവന് ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളത് അത് അവൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണ്. അവന് പല ബ്ലാക്ക് സ്മിത്തിനും പല എഞ്ചിനീയേഴ്സിനും പല ഡോക്ടേഴ്സിനും യേശുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നീ ഡോക്ടറായിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ദൈവം നിനക്ക് കഴിവ് തന്നതുകൊണ്ടാണ്. നീ ആ വിമാനം പറപ്പിക്കുന്ന പൈലറ്റായിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാമോ? ദൈവം നിനക്ക് ആ കഴിവ് തന്നതുകൊണ്ടാണ്. ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സഹോദര, നീ ആ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ദൈവം നിനക്ക് കഴിവ് തന്നതുകൊണ്ടാണ് നീ ആ പണിയെടുക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഭൂമിയിൽ ഏത് ദൗത്യത്തിലാകുന്നു എങ്കിലും നിനക്ക് ദൈവത്തിന്റെ ഒരു പർപ്പസ് പൂർത്തീകരിക്കുവാനുണ്ട്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നീ ആ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം നിന്റെ ഓട്ടോറിക്ഷയിൽ പ്രവേശിച്ച ഒരു വ്യക്തി മരണത്തെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ പിന്നിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നീ കേൾക്കുന്നു. നിനക്ക് ആ വ്യക്തിയെ സ്വാധീനിക്കുവാൻ കഴിയും. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ പുറകിൽ മരിക്കാനിരിക്കുന്നവന്റെ വിടുതലിന്റെ സമയമായിട്ട് മാറുവാൻ പോകുകയാണ്. നിന്റെ വണ്ടിയിൽ കയറിയ, നിന്റെ ഓട്ടോയെ കയറിയ ദിവസം വിടുതലിന്റെ സമയമായി മാറുവാൻ പോകുകയാണ്. അന്ന് അവന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മഹത്യയുടെ ദുരാത്മാവിന്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും. ഓ യെസ്. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പലർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന പലർ, അവരോട് പറയുകയാണ്, ഇന്ന് രാത്രിയിൽ ഈ വചനം നീ സ്വീകരിക്കുകയാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മഹത്യാ ചിന്തകളുടെ ലാസ്റ്റ് നൈറ്റാണിത്. ലാസ്റ്റ് നൈറ്റാണ്. പരിശുദ്ധാത്മാവ് ആ കെട്ടിനെ പൊട്ടിക്കുവാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ആ കെട്ടിനെ പൊട്ടിക്കുവാൻ പോകുകയാണ്.
ഓ ആമേൻ. യേശു ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കിയതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങളുടെ മേലൊരു ദൗത്യം പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വാക്കിനാൽ ഭൂതങ്ങൾ പുറത്തു പോകും. നിങ്ങളുടെ മേലൊരു ശുശ്രൂഷയുണ്ട്. ദൈവാത്മാവിനാൽ നിങ്ങൾക്കൊരു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയും. യേശു ദൈവാത്മാവിനാൽ ശുശ്രൂഷിച്ചുവെങ്കിൽ അതേ പരിശുദ്ധാത്മാവാണ്, വേറൊരു പരിശുദ്ധാത്മാവല്ല, അതേ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നത്. ഓ യെസ്, പ്രൈസ് 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 ഹല്ലേലൂയ. ഈ വാക്യം ഇങ്ങനെ വായിച്ചാൽ, ആമേൻ, ഈ വാക്യം ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുമോ? ആമേൻ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുമോ? ആമേൻ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ചതിൽ തെറ്റില്ലല്ലോ. മോളുടെ പേരെന്താ? ലിയ. ഓക്കെ. അങ്കിളിൻ്റെ പേരെന്താ? മോഹനൻ. ഓക്കെ, ഞാനിങ്ങനെ വായിക്കാം. നസ്രയനായ, ആമേൻ. മോഹനന്റെ വീട് എവിടെയാ? ശാസ്തമംഗലംകാരനായ മോഹനനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം മോഹനനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ. അങ്ങനെ വായിച്ചാൽ ഇന്നത് പ്രസക്തമാണോ? ആമേൻ. യേശുവിന്റെ മേൽ വന്ന അതേ പരിശുദ്ധാത്മാവാണ് ബ്രദർ മോഹനന്റെ മേൽ വന്നിരിക്കുന്നത്. ആമേൻ. ബ്രദർ മോഹന്റെ മേൽ ദൈവം അയച്ചിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവാണ് ബ്രദർ മോഹന് ശക്തി നൽകിയിരിക്കുന്നത്. ആമേൻ. ആ പരിശുദ്ധാത്മാവാണ് മോഹനെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയെങ്കിൽ മോഹനനും പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കണം. യെസ്. ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ വന്ന് ഇവിടെ ഇരുന്ന് കൈയടിച്ച് ഒരു സന്തോഷം പ്രാപിച്ച് മടങ്ങി പോകുവാൻ വേണ്ടിയാണോ? അല്ല. ഈ അഭിഷേകം നിന്റെ മേൽ വന്നിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് സന്തോഷിച്ച് മടങ്ങി പോകുവാൻ വേണ്ടിയല്ല. ഈ അഭിഷേകം നിന്റെ മേൽ വന്നത്, ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നത്, ശക്തി നിന്റെ മേൽ വന്നത് യേശു ചെയ്തതുപോലെ ഈ ഭൂമിയിൽ നീയും ചെയ്യുവാൻ വേണ്ടിയാണ്. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുക എന്നത് നിന്റെ ദൗത്യമാകുന്നു. നന്മ ചെയ്യുക എന്നത് നിന്റെ ദൗത്യമാകുന്നു. വാ, നീ അത് ഹൃദയത്തിൽ തീരുമാനിക്കുമ്പോൾ, യേസ്, എന്റെ മുൻപിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ള വെളിപ്പാട് വരുമ്പോൾ തന്നെ നിനക്ക് അവസരങ്ങൾ വെളിപ്പെടാൻ പോകുക. ഭൂതം ബാധിച്ചതൊക്കെ നിന്റെ മുന്നിൽ വരും. രോഗമുള്ളതൊക്കെ നിന്റെ മുൻപിൽ വരും. പാപത്തിന്റെ കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ നിന്റെ മുൻപിൽ വരും. മരിക്കണമെന്ന് ചിന്തിക്കുന്നതൊക്കെ നിന്റെ മുൻപിൽ വരും. അവിടെ നീ മറ്റൊരു പാസ്റ്റർക്ക് വേണ്ടി കാത്തിരിക്കുവാൻ സമയമില്ല. വാ, മറ്റൊരു പാസ്റ്റർക്ക് വേണ്ടി അവിടെ കാത്തിരിക്കാൻ സമയമില്ലെങ്കിൽ നീ ഇപ്പൊ പ്രാർത്ഥിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ അവസ്ഥ ഗുരുതരമാകാൻ പോകുകയാണ്. അവിടെ വേറൊരു പാസ്റ്ററെ നീ വിളിക്കുവാൻ വേണ്ടി നിനക്ക് അവസരമില്ല. നീ കൈവച്ചോണം, നീ കൈവച്ചോണം, നീ കൈവച്ചോണം. നീ കൈവയ്ക്കുമ്പോൾ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. അത്ഭുത വിടുതൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഓ യെസ് 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 യെസ്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ആമേൻ, ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ, ദൈവാത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ തലമുറയിൽ ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങളെ ഉപകരണങ്ങളാക്കി തീർക്കുവാനാണ് ആമേൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഉള്ളിൽ ആഗ്രഹം ഉയർന്നു വരികയാണ് എങ്കിൽ, ആ ആഗ്രഹം ഉയർന്നു വരികയാണെങ്കിൽ തന്നെ ഇന്ന് രാത്രി നിന്റെ അന്യഭാഷ വരെ മാറാൻ പോകുകയാണ്. വാ, say to morva samtbi anahatarbi hushatara narwaka sarbital bruhojana rasimatul vrama sutrabhana laho centrobana riantoshana anarbu sura behantribini alaka sutal rushishen markhosatr benaho surbayantul kara ruha shamturbana semantani അവിടെ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് തൊട്ടുപോവുകയാണ്. നിന്റെ ഭാഷ മാറാൻ പോകുകയാണ്. നിന്റെ അകത്ത് നല്ല ആഗ്രഹങ്ങൾ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. ദൈവശക്തി എന്നിലൂടെ പുറപ്പെടണം. പാപികൾ രക്ഷിക്കപ്പെടണം. രോഗികൾ സൗഖ്യമാകണം. ഭൂതങ്ങൾ പുറപ്പെട്ടു പോകണം. എന്നെ കർത്താവെ ഉപയോഗിക്കണമേ, ഒരു ഉപകരണമാക്കി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള നല്ല ആഗ്രഹം നിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്നിൽ സജീവമാകും. പരിശുദ്ധാത്മാവ് നിന്നിൽ സജീവമാകുമ്പോഴാണ് നിന്റെ ലാംഗ്വേജിന് പോലും മാറ്റം ഉണ്ടാകും. 1 കൊരിന്ത്യർ 14:18 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരിലും അധികം
ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ട്. അധികമെന്ന് പൗലോസോട് അർത്ഥമാക്കുന്നത്, ചില ദൈവദാസന്മാർ പറയുന്നത് കേവലം ആ എമൗണ്ട് അല്ല, കൂടുതൽ അന്യഭാഷ പറയുന്നു എന്നുള്ളതല്ല. അവിടെ അധികം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മെലോൺ എന്നുള്ള ഒരു യവനായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രേറ്റർ ഡിഗ്രി. നീ ലല്ല തത്ത എന്ന് പറയുന്ന ആ ഡിഗ്രിയിൽ നിന്ന് നിന്നെ ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാപിക്കാൻ. Oh yes, praise. Shat breakatal breatana balkabaya. Don spatsel manan. Dan murhusabatanari. Noru saspel breakatal baran. Sada raba santhana rasatal bara. Aha sata balahadana. Nasurbana salbarokashna. Satrbala hadaras pelatini. ഈ ദൈവം നൽകിയ അത്ഭുതകരമാകുന്ന പല ടൂൾസും നമ്മൾ നിസ്സാരമായിട്ട് അതിനെ കാണുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അന്യഭാഷ പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ബോധ്യം കൂടെ പറയുന്നു. ആരുടെയോ അസ്ഥിയിലുണ്ടായ ഒടിവ്, ആ ഒടിവ് അത് അസ്ഥി ചേർന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട കേടുകൾ പരിഹരിക്കപ്പെടാത്ത ആരോ ഒന്നുകിൽ ഈ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ എന്നെ ഇപ്പോൾ ശ്രവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നിൻ്റെ ആ അസ്ഥികളിൽ ഒടിവ് വന്ന, കേടുവന്ന അസ്ഥികളിൽ ഒരു അത്ഭുതം സംഭവിക്കുന്നു. നീ വിശ്വസിക്കുക. ഒരു ഏഞ്ചൽ നിൻ്റെ അരികിൽ ഇറങ്ങാൻ പോകുകയാണ്. ആ കേടുവന്ന അസ്ഥികളുടെ മേൽ സൗഖ്യം വ്യാപരിക്കുവാൻ പോകുന്നു. ആമേൻ. സ്പീക്കിംഗ് ഇൻ അതർ ടങ്സിൽ വന്നതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ഗുണമേന്മയുള്ളൊരു ടൂൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇതുപോലെ ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോൾ മാത്രം ഇത് ഉപയോഗിക്കും. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അല്ല, നീ നിൻ്റെ വീട്ടിലായിരിക്കുമ്പം അന്യഭാഷയിൽ സംസാരിക്കണം. നീ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗ്രേറ്റർ ഡിഗ്രി സംസാരിക്കണം. ലല്ല താത്ത അത് നല്ലതാണ്. അതിൽ നിന്ന് ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകണം. അതുകൊണ്ടാണ് നീ ചിലപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ നിൻ്റെ ലാംഗ്വേജ് മാറും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു രോഗിയെ വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നിൻ്റെ ലാംഗ്വേജ് മാറും. ദൈവം ഉപയോഗിക്കുവാൻ വേണ്ടി വിളിയുള്ള ആരെങ്കിലും ഉണ്ടോ? പ്രാർത്ഥിക്കാൻ വാ. വരുമ്പോൾ നിന്നെ കർത്താവ് ശക്തമായി ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ അന്യഭാഷ മാറും. ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓ യെസ്, പ്രൈസ്, ഹല്ലേലൂയ. ആ ഭാഗത്ത് ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നീ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇതിനെ ഗൗരവമായി എടുക്കണം. ഞാൻ എല്ലാ സമയത്തും ഈ കാര്യം ഗൗരവമായി എടുക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കിത് പറയുവാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഇത് ഗൗരവമായി എടുക്കണം. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം. റോഡിലൂടെ നടക്കുമ്പോൾ അന്യഭാഷ പറയണം. ഇനി പറയാം, നീ വീട്ടിലായിരിക്കുമ്പോൾ അന്യഭാഷ പറയുന്നു. ആത്മമണ്ഡലത്തിൽ നിന്റെ ആ ലാംഗ്വേജ് ഉയരുകയാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ തമ്പാനൂർ ഒരു വിശ്വാസി നിൽക്കുകയാണ്. ആ വിശ്വാസി അന്യഭാഷ പറയുന്നു. വാ. അപ്പോൾ മറ്റൊരു വിശ്വാസി പട്ടത്ത് നിൽക്കുകയാണ്. പട്ടത്ത് അന്യഭാഷ പറയുന്നു. പരിശുദ്ധാത്മാവ് ആമേന് ജഗതിയിലുള്ള അന്യഭാഷയും തമ്പാനൂരുള്ള അന്യഭാഷയും പട്ടത്തുള്ള അന്യഭാഷയും ലിങ്ക് ചെയ്യും. ആത്മമണ്ഡലത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. തിരുവനന്തപുരം പട്ടണത്തിന്റെ ആകാശമണ്ഡലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കും. മറ്റു പലർക്കും മൈക്ക് കെട്ടിവെച്ച് രാവിലെ 4 മണി മുതൽ ബഹളമുണ്ടാക്കിയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറ്റു പലർക്കും മയക്ക് ഭയങ്കര കോളാമ്പിയാണ്. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇത് വെച്ച് രാവിലെ 4 മണി മുതൽ ബഹളമുണ്ടാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ആത്മമണ്ഡലം പിടിച്ചെടുക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ അഭിഷേകമുള്ള നീ നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ചെറിയ ശബ്ദം മതി. ഈ പട്ടണത്തിലുള്ള ദൈവമക്കൾ ഇത് ഗൗരവമായി എടുത്ത് പ്രായോഗികമാക്കുകയാണ് എങ്കിൽ പട്ടണം പിടിക്കപ്പെടാൻ പോകുകയാ. പട്ടണത്തിന്റെ ആത്മമണ്ഡലത്തിന് മാറ്റം വരാൻ പോകുകയാ. അപ്പോൾ വിടുതൽ ഇവിടെ മാത്രമല്ല നടക്കുവാൻ പോകുന്നത്, ചന്തയിൽ വിടുതൽ നടക്കാൻ പോകുകയാ. സ്കൂൾ കോമ്പൗണ്ടുകളിൽ, കോളേജ് കോമ്പൗണ്ടുകളിൽ വിടുതൽ നടക്കാൻ പോകുകയാണ്. Oh yes, praise you Jesus, hallelujah. ഓ ഹസർബീന. എത്ര പേർ ആഗ്രഹിക്കുന്നു ഒരു ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകണമെന്ന്? എത്ര പേർ ആഗ്രഹിക്കുന്നു? വിശ്വസിച്ച് സ്വീകരിച്ചോണം. നിങ്ങളുടെ അതിരത്തെ പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഒരു ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകട്ടെ. അഭിഷേകത്തിന്റെ ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകട്ടെ. ടങ്സിന്റെ ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകട്ടെ. തീയുടെ ഗ്രേറ്റർ ഡിഗ്രിയിലേക്ക് പോകട്ടെ. വിശ്വസിച്ച് സ്വീകരിച്ചോ. 1 2 3 സ്വീകരിക്കുക.
Take it, take it, take it. Take it, take it. Take it, take it. ആ പുറകിൽ ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കുക. പ്രാപിച്ചോ, പ്രാപിച്ചോ. ഓ യെസ്, പ്രാപിക്കുക സഹോദരി. ആത്മശക്തി നിന്നെ തൊടുന്നു. ദൈവാത്മാവ് പറയുന്നു, ദൈവിക ദൗത്യങ്ങൾ, പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ മയങ്ങിപ്പോയവരെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുകയാണ്. നിന്റെ സീസൺ വന്നിരിക്കുന്നു. ഈ ഓട്ടത്തിന്റെ ഇടയിൽ തളർന്നു പോയവരെ ഇന്ന് പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. തളരണ്ട, നിന്റെ സീസൺ വന്നിരിക്കുകയാണ്. പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള സീസൺ വന്നിരിക്കുകയാണ്. തീ പുറപ്പെടുവിക്കുവാനുള്ള സീസൺ വന്നിരിക്കുകയാണ്. ഓ യെസ് 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 യെസ്. വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക, വിശ്വസിച്ച് സ്വീകരിക്കുക. യേശുവിനോട് കൂടെയായിരുന്ന പരിശുദ്ധാത്മാവ്, അമ്മയുടെ ഉദരം മുതൽ യേശുവിനോട് കൂടെയായിരുന്ന പരിശുദ്ധാത്മാവ്. ആമേൻ. അവിടുന്ന് ശുശ്രൂഷിക്കുമ്പോൾ, ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുമ്പോൾ അവിടുന്ന് തന്നെ പറയുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നു. സ്പഷ്ടം. ആമേൻ. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു, കർത്താവ് കാൽവറി ക്രൂശിലായിരിക്കുമ്പോൾ എബ്രായ ലേഖനം 9:14 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ക്രൂശിൽ യേശു ആയിരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. അവിടുന്ന് നൊമ്പരങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് സാക്ഷിയാണ്. ഹല്ലേലൂയ. ആമേൻ. തീർച്ചയായിട്ടും ആ 3 മണിക്കൂർ, 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം യേശു ഏകനായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ആമേൻ. ക്രൂശിൽ യേശു ഉണ്ടായിരുന്നു നിത്യാത്മാവിനാൽ എന്ന് എബ്രായ ലേഖനം 9:14 രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ക്രൂശീകരണം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിനോട് കൂടെയുണ്ട്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോണം. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് 2000 വർഷങ്ങൾക്ക് മുന്നമേ യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമാകുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്. നിന്റെ സകല പാപങ്ങളും യേശു ചുമക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് സാക്ഷിയാ. നിന്റെ സകല ശാപങ്ങളും യേശു കാൽവറിയിൽ ചുമക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് സാക്ഷിയാ. തീർന്നില്ല, നിന്റെ സകല രോഗങ്ങളും യേശു കാൽവറിയിൽ ചുമക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന്റെ സാക്ഷിയാ. ഓ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രോഗം മാത്രം എടുക്കാം. നിന്റെ മേൽ വരുന്ന ആ രോഗബാധയെ ചൊല്ലി നീ ഭാരപ്പെടുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതപ്പെടുകയാണ്. ഇവൾ അനുഭവിക്കുന്ന ഈ രോഗം യേശു 2000 വർഷം മുൻപ് ചുമന്നത് ഞാൻ കണ്ടതാ, ഞാൻ സാക്ഷിയാ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓരാ ശബ്ദറ മഹാന്ത്രുബാന സബ്ദർബന തികൽക്കര ധ്രുവ സത്രബന ലഖറ ബഹതറ ബിയാന്തന. ഈ വെളിപ്പാട് കിട്ടിയാൽ മതി. ഇന്ന് ഈ രാത്രിയിൽ നിനക്ക് ആ വെളിപ്പാട് കിട്ടിയാൽ മതി. നിന്റെ മേലുള്ള ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന ചില കെട്ടുകൾ ഈ രാത്രിയിൽ പൊട്ടാൻ പോകുകയാണ്. നിന്റെ അകത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന അവിശ്വാസത്തിന്റെ കെട്ടുകൾ പൊട്ടാൻ പോകുകയാ. അവൻ പറഞ്ഞ ഭോഷ്ക് നീ വിശ്വസിച്ചു വെച്ചിരിക്കുകയല്ലേ? ഇത് മാറത്തില്ല, തീരത്തില്ലെന്നൊക്കെയല്ലേ നീ കരുതി വെച്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇത് ഒരിക്കൽ നടക്കുന്നൊരു കാര്യമല്ല. നീ രക്ഷിക്കപ്പെട്ടു എന്ന് ഒരിക്കൽ നിന്നോട് പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിനോട് സാക്ഷ്യം പറയുകയല്ല. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിന്റെ മുൻപിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിനോട് പറയുകയാണ്, നിന്റെ ആത്മാവിനോട് പറയുകയാണ്, നിന്റെ ഹ്യൂമൻ സ്പിരിറ്റിനോട് പറയുകയാണ്, നീ ഒരു ദൈവത്തിൻ്റെ മകനാണ്. നീ എങ്ങനെയായി പ്രതിസന്ധിയെ കണ്ട് ഭാരപ്പെടുന്നത്? നീ ഒരു രോഗത്തെ കണ്ട് ഭയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ആത്മാവിനോട് പറയുകയാണ്, നീ ഒരു ദൈവത്തിൻ്റെ മകനാണ്. നിന്റെ ഈ രോഗം യേശു നിനക്ക് വേണ്ടി വഹിക്കുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തീരുന്നത് 2000 വർഷങ്ങൾക്ക് മുന്നമേ സംഭവിച്ച കാര്യം. ഞാനതിന് സാക്ഷിയാ.
ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്രയെത്ര സാധ്യതകളെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ പോകുന്നത്. ആമേൻ. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെട്ട് കിട്ടട്ടെ. ഇത് വെളിപ്പെട്ട് കിട്ടുകയാണ് എങ്കിൽ ദുഷ്ടൻ നിന്റെ അകത്ത് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കള്ളങ്ങളെ, ഭോഷ്കുകളെ നീ പൊളിക്കാൻ പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പലരും കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ഈ കിടക്കയ്ക്ക് വേണ്ടിയല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്, ഈ തകർച്ചയ്ക്ക് വേണ്ടിയല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. നീ ആ കിടക്ക വിട്ട് ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ഓ യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് സാക്ഷിയാണ്. തീർന്നിട്ടില്ല. ആമേൻ. റോമാലേഖനം 8:11 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആര് കൂടെയുണ്ട്? പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ഇപ്പം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആമേൻ, ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഈ ഒരു അത്ഭുതകരമാകുന്ന റിസറക്ഷൻ പവർ, ഇത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയാണ്. ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടതിന് ശേഷം കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ദിവസത്തിൽ മാത്രം അനുഭവിക്കുവാൻ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് സംഭവിക്കും, നിശ്ചയമായിട്ട് സംഭവിക്കും. പക്ഷെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇതിനൊരു വർത്തമാനകാല പ്രസക്തി ഉണ്ട്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുകയാ. വാ ഷർബഖതൽ ബ്രഖതദകൽകദ റുഷബറ ഹതകൽ ബറാഖതര ബഹനാദയർഥന സാതബറ ഖതൽ ബറു ഹാസതർ ബിനിയാഹൽ വർധനയൽകര റുസതർ ബനാഖതൽ കരാബഹു ഷരാതിയൽകര. എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ ഡൽഹിയിൽ, അദ്ദേഹത്തിന് 2ാം വേവ് വന്നപ്പോൾ കോവിഡ് വന്ന് താൻ വീട്ടിലിരിക്കുകയാണ്. അന്ന് ആശുപത്രി മുഴുവൻ, ഡൽഹിയിലെ ആശുപത്രി മുഴുവൻ ഫുള്ളായി. 2nd വേവ്. തനിക്ക് വീട്ടിൽ നിന്ന് ആശുപത്രി പോലും പോകാൻ കഴിയുന്നില്ല, വീട്ടിലിരിക്കുകയാണ്. കോവിഡ് വന്നു. അപ്പോൾ തൻ്റെ സാച്ചുറേഷൻ ലെവൽ മെഷർ ചെയ്യുമ്പോൾ സാച്ചുറേഷൻ ലെവൽ താഴോട്ട് പോവുകയാണ്. 90, 80, 70. നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം, 70 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് താൻ മരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താൻ മരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് വൈഫിന് പാസ്വേഡ്സ് എല്ലാം എഴുതി കൊടുത്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ ഉണ്ടാകുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സംഭവിച്ചതുപോലെ ആ കുഷ്ഠരോഗികൾ അവർ പറഞ്ഞു, പട്ടണത്തിൽ പോയാലും ഞങ്ങൾ മരിക്കും, അവിടെ പോയാലും ഞങ്ങൾ മരിക്കും, എന്നാൽ പിന്നെ അരാമ്യ കൂട്ടത്തിൻ്റെ നടുവിലേക്ക് അങ്ങ് പോയേക്കാം. അതുപോലെ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു, ഞാൻ എന്തായാലും ഇവിടെ ഇരുന്നാലും മരിക്കും, ഇനി ആശുപത്രി കിടക്കേ പോയാലും ഞാൻ മരിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഉള്ള സമയം ഞാൻ കോവിഡ് പോസിറ്റീവാണ്, പോയി കോവിഡ് വാർഡിൽ പോയി കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ആരെയെങ്കിലും വിടുവിക്കട്ടെ, ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയാം. ഇദ്ദേഹം ഹോസ്പിറ്റൽ നമ്പർ 1 ചെന്നു, പെർമിഷൻ മേടിച്ചു, കോവിഡ് വാർഡിൽ പോയി, കോവിഡ് പോസിറ്റീവ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കോവിഡ് വാർഡിൽ പോയി കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, രോഗികൾക്ക് മാറ്റമുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവർ പെട്ടെന്ന് ഫോൺ നമ്പർ കൊടുത്തു, കണക്ഷൻസ് കിട്ടുവാൻ തുടങ്ങി. 1ാമത്തെ ഹോസ്പിറ്റൽ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ആവേശമായി. 2ാം ഹോസ്പിറ്റലിൽ പോയി പെർമിഷൻ മേടിച്ചു, കോവിഡ് വാർഡിൽ പോയി കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ സാച്ചുറേഷൻ ലെവൽ ബെറ്റർ ആകുന്നു. നിന്റെ അകത്തൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ചത്തുപോയതിനു ശേഷം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഇരിക്കരുത്. ഇന്ന് നിന്റെ മേലൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിന്റെ തകർന്ന ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. മരണം വ്യാപരിക്കുന്ന നിന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കട്ടെ. നിന്റെ തകർന്ന ശുശ്രൂഷകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. പ്രാപിക്കും. ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഒരു വലിയ കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ആത്മശക്തിയിൽ ചലിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. വചന വെളിപ്പാടിൽ ചലിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഇടത്തും വലത്തുമുള്ളതിനെ നോക്കുകയില്ല. ആമേൻ. അവരെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് അവർ നോക്കുവാൻ പോകുകയാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുകയാണ്. അന്ത്യകാഹളം മുടങ്ങുന്നതിന് മുൻപ് ഒരു അന്ത്യകാല ഉണർവുണ്ട്. ആ ഉണർവിന് വേണ്ടി ഒരു കൂട്ടത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഈ പട്ടണത്തിൽ നിങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ദൂരദേശങ്ങളിൽ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് വ്യാപരിക്കട്ടെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് വ്യാപരിക്കട്ടെ, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആ തകർന്ന ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. ദാനുവർദ്ധബന ദിയാൻഫുന ഷബർബദന യാൻതുൽബറ ഖസത്തൽ ബുറുഖൂഷാനി റത്തൽബറ സന്തൽബനി അധനാദികൽക്കര റൂഷാതാര ലക്തമന റഖസതന. തകർന്ന ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. ആമേൻ. മരണകരമാകുന്ന രോഗബാധകളാൽ പീഡനം അനുഭവിക്കുന്ന ശരീരങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ശുശ്രൂഷയിൽ തളർന്നിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. തളർച്ചകൾ വിട്ടുപോകട്ടെ, തളർച്ചകൾ വിട്ടുപോകട്ടെ, തളർച്ചകൾ വിട്ടുപോകട്ടെ, തളർച്ചകൾ വിട്ടുപോകട്ടെ. ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ പൊട്ടട്ടെ, പൊട്ടട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആത്മാവിന്റെ തീയിറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ, പരിശുദ്ധാത്മാവിന്റെ തീയിറങ്ങട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ. എല്ലാം തീർന്നു എന്ന് കരുതുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, തീർന്നിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് തുടങ്ങാൻ പോകുകയാണ്. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് തുടങ്ങുവാൻ പോകുകയാണ്. വാ വാ ഷബർല മഥുര നെബറ ജാന റകതാര ബാൻത്രിയാന ഷേല റഥന. ഇതുവരെ പ്രവചിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ നീ പ്രവചിക്കുവാൻ പോകുകയാണ്. ഇതുവരെ സൗഖ്യമാക്കിയിട്ടില്ലാത്ത നിലവാരത്തിൽ നീ രോഗികളെ സൗഖ്യമാക്കാൻ പോകുകയാണ്. ഇതുവരെ പ്രസംഗിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ നീ പ്രസംഗിക്കുവാൻ പോകുകയാണ്. നിന്നെ ആത്മമണ്ഡലത്തിന്റെ ഒരു പുത്തൻ തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോകുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. എന്നെ ദൂരവേ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ഭവനങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. മരജ്വാനിക്കും ഹാഷിഷിനും ആമേൻ LSDക്കും ഒക്കെ അടിമകളായി തീർന്നിരിക്കുന്ന നിന്റെ തലമുറകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ. വീഡിയോ ഗെയിംസിനും മറ്റു പലതിനും അഡിക്റ്റുകളായിരിക്കുന്ന നിന്റെ തലമുറകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ. അവയെ കെട്ടിയിരിക്കുന്ന ആമേൻ കെട്ടുകൾ പൊട്ടട്ടെ, പൊട്ടട്ടെ. ആ ദുഷ്ടശക്തികൾ വിട്ടുപോകട്ടെ യേശുവിൻ നാമത്തിൽ. ഔഷധൻ മന്മ ഹതരജന രഥന തകൽബ്രാധന തകൽബന ധിയാർഥുന ശോഭര ഹതാര ലംസ്വാധന റൂഷബന മഹസ്കത്തർ ബെനിയാൽക്കര ധാനവർധന. പ്രാപിക്ക്, പ്രാപിക്ക്, പ്രാപിക്ക്. ആത്മശക്തി പ്രാപിക്ക്, ആത്മശക്തി പ്രാപിക്ക്. പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കട്ടെ. തീ നിന്റെ മേൽ കത്തട്ടെ. നിന്റെ വീട്ടിനകത്ത് തീ കത്തട്ടെ. നിന്റെ വീട്ടിനകത്ത് അഭിഷേകത്തിന്റെ തീ കത്തട്ടെ. ആഗമന റബതല റകലതന ഔഷധന റബസന്തന നാസ്പ്രഥനി അൽബ്രൂജന സ്പ്രഥൻ മനാതർബിനി ലാവർധന ധുവസ്പേതർബിനി അലഗദന ഔഷബർധാന ബൽകബദന റുജാന വർധമന ദഗൽകന. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. അസാധാരണമാകുന്നൊരു അന്തരീക്ഷം ഈ ആമേൻ ചർച്ചിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നു. നിങ്ങളായിരിക്കുന്ന മുറികളിൽ അത് അനുഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ചിലത് പിടിച്ചെടുത്തോണം. ആത്മമണ്ഡലത്തിൽ ചിലത് തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിൽ നിന്ന് ചിലത് കൊഴിഞ്ഞു വീഴുകയാണ്. അഭിഷേകത്തിൽ നീ ചലിക്കുമ്പോൾ ആമേൻ ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്തത് നിന്റെ മേൽ കൊഴിഞ്ഞു വീഴുകയാണ്, കൊഴിഞ്ഞു വീഴുകയാണ്, കൊഴിഞ്ഞു വീഴുകയാണ്. ഘനമേറിയത് ചിലത് കൊഴിഞ്ഞു വീഴുകയാണ്. പ്രാപിച്ചോണം. ആമേൻ. നഷ്ടപ്പെടുത്തരുത്, ഈ സമയം നഷ്ടപ്പെടുത്തരുത്. നാളെ ആകട്ടെന്ന് കരുതരുത്. ഇപ്പോൾ അത് സംഭവിക്കുകയാണ്, ഇപ്പോൾ അത് സംഭവിക്കുകയാണ്, ഇപ്പോൾ അത് സംഭവിക്കുകയാണ്, ഇപ്പോൾ അത് സംഭവിക്കുകയാണ്. വ്യാപരിക്കട്ടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഔഷധൽ ബറുഖതര ശബറ ബനു സബർധന ദൗഷമന രാസ്പത്തിന്. എല്ലാ മേഖലകളിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ കർത്താവ് അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശരീരങ്ങളിൽ മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക മേഖലയിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ കർത്താവ് അയക്കാൻ പോകുകയാണ്.
പ്രാർത്ഥിച്ചോണം. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. നീ ശുശ്രൂഷകനാകുന്നുവെങ്കിൽ, നിന്റെ ശുശ്രൂഷ തളർന്നുപോയെങ്കിൽ, ഇന്ന് രാത്രി ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിന്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കട്ടെ. നിന്റെ ശുശ്രൂഷയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും അമ്മയുടെ ഉദരം മുതൽ തന്നെ പരിശുദ്ധാത്മാവ് യേശുവിനോട് കൂടി ഉണ്ടായിരുന്നു. എവിടെ വരെയും പരിശുദ്ധാത്മാവ് തന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഭൂമിയിൽ വെച്ച് ഏറ്റവും അവസാനമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിട്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കൂടെയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതേ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. ആമേൻ. നിന്റെ വീണ്ടും ജനനം സമയം മുതൽ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. ആമേൻ. നിന്റെ കൈകളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ പോകുകയാണ്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് ലഭിക്കാൻ പോകുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് പിശാച് ബാധിച്ചവരെ വിടുവിക്കാൻ പോകുകയാണ്. അവിടെ കൊണ്ടൊന്നും തീരുകയില്ല, അങ്ങനൊന്നും തീരത്തില്ല. നിന്നെ ഇനി ആരെങ്കിലും പിടിച്ചൊരു കല്ലറയ്ക്കകത്താക്കിയാൽ കല്ലറയും പൊളിച്ച് നീ പുറത്തു വരാൻ പോകുകയാണ്. കല്ലറയും പൊളിച്ച് നീ പുറത്ത് വരാൻ പോകുകയാണ്. കല്ലറയും പൊളിച്ച് പുറത്ത് വരാൻ പോകുകയാണ്. ഓ ഞാൻ പണ്ട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. യേശുവിനെ കല്ലറയിലാക്കുവാൻ വേണ്ടി പിശാച് നടത്തിയ അതിൻ്റെ പിന്നിലെ പ്രയത്നം അതെല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ സീലെല്ലാം വെച്ച് പിശാച് സമാധാനത്തോടുകൂടി ഇനി എനിക്കൊരു വെക്കേഷന് പോകാമെന്ന് കരുതി വെക്കേഷന് പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തുറന്ന കല്ലറ. അപ്പോൾ അവിടെ നമ്മുടെ മലയാളികളുടെ ഭാഷ പറയുകയാണെങ്കിൽ അവിടെ കാണും മലയാളിയായിട്ടുള്ള ആരെങ്കിലും ചായക്കടക്കാരുണ്ടെങ്കിൽ ആ ചായക്കടക്കാരോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ ഒരാളെ പിടിച്ചിട്ടു, ആ ആൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചായക്കടക്കാരൻ പറയും, അവൻ ഉയർത്തെഴുന്നേറ്റു. ഓ, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. നിന്നെക്കുറിച്ചും അത് തന്നെ പറയണം. നിന്നെ ഏതെങ്കിലും കല്ലറയിൽ ആരെങ്കിലും പിടിച്ചിടുകയാണെങ്കിൽ, പിശാച് നിന്നെ ഏതെങ്കിലും ജയിലിനകത്ത് പൂട്ടിയിടുകയാണെങ്കിൽ, അവൻ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ കല്ലറ പൊളിച്ച് പുറത്തു വരും. നാട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കണം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ലോകരാജ്യങ്ങളിൽ യേശുവിന്റെ സാക്ഷിയാകുവാൻ വേണ്ടി അവൻ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ. ആമേൻ. പരിശുദ്ധാത്മാവ് എപ്പോഴും യേശുവിന്റെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. വളരെ വൈകാതെ കാഹള ശബ്ദം മുഴങ്ങാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ ഒരു നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടാൻ പോകുകയാണ്. നീ എങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് രൂപാന്തരപ്പെടുവാൻ പോകുന്നത്? പരിശുദ്ധാത്മാവ് അവിടുന്ന് ഒരൊറ്റ അത്ഭുതം നിന്റെ മേൽ ഒറ്റ നിമിഷം കൊണ്ട് നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ പോകുകയാണ്. ഓ ഓ നിനക്കൊരു പുതിയ ശരീരം ലഭിക്കുവാൻ പോകുകയാണ്. ഓ ഒരു ശരബാ, നീ ആകാശത്തിലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ പോകുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. ആമേൻ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം, പ്രാർത്ഥിക്കാം. ആത്മശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടല്ലോ. ഉയരത്തിൽ നിന്നുള്ള ജനനം യേശുവിനുണ്ടായതുപോലെ നീ വീണ്ടും ജനിച്ച വ്യക്തിയാകുന്നുവെങ്കിൽ, നീ ഉയരത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയാകുന്നുവെങ്കിൽ, ആമേൻ, വൈകാതെ നീ ഉയരത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോകുകയാണ്. ആ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ നീ ഉയരത്തിലേക്ക് എടുക്കപ്പെടുവാൻ പോകുന്നു. ആ പ്രത്യാശയുള്ളവർ ആ പ്രത്യാശയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാകണം. ആമേൻ. ഭയങ്കര ഒരു തീയുടെ മിനിസ്ട്രിയെ കർത്താവ് ഓരോരുത്തരുടെ മേൽ പകരുവാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ഒരു വലിയ ശുശ്രൂഷയെ കർത്താവ് ഓരോരുത്തരുടെ മേൽ പകരാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിച്ച് സ്വീകരിച്ചേ. ഒരു തീയുടെ ശുശ്രൂഷയെ കർത്താവ് ഓരോരുത്തരുടെ മേൽ പകരുവാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം, നിങ്ങൾക്ക് തിരുവനന്തപുരംകാർക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഞങ്ങളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാര്, ആമേൻ, ഇടുക്കി ജില്ലക്കാര്, ആമേൻ, ഇങ്ങനെയുള്ള ജില്ലകൾ, എറണാകുളം ജില്ലക്കാർ, ഞങ്ങളെല്ലാം മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്നവരാണ്. ആ ഭാഗങ്ങളിലുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, മുല്ലപ്പെരിയാറിനെക്കാട്ടിലും വലിയൊരു അണക്കെട്ട് പൊട്ടി ഒഴുകാൻ പോകുകയാണ്.
പരിശുദ്ധാത്മാവിന്റെ അണക്കെട്ട് പൊട്ടിയൊഴുകുവാൻ പോകുന്ന സീസണിലാണ് നീ വന്നിരിക്കുന്നത്. അവിടെ തിരുവനന്തപുരം ജില്ലക്കാരന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എല്ലാവരെയും തൊടാൻ പോകുക. എല്ലാവരെയും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എല്ലാവരെയും തൊടാൻ പോകുക. പ്രാപിച്ചേ 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 പ്രാപിച്ചേ. ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. തിരുവനന്തപുരത്ത് ആത്മാവിന്റെ തീ കത്തട്ടെ. ഈ ശബ്ദം ദൂരവേ കേൾക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ തീ കത്തട്ടെ. എത്ര പേർ പറയുന്നു കർത്താവേ എന്നെ ഒന്ന് തുടരണമേ എന്ന് എത്ര പേർ പറയുന്നു? അഭിഷേകത്തിന്റെ ഒരു പുത്തൻ സ്പർശനത്തെ എന്റെ മേൽ നൽകണമേ എന്ന് എത്ര പേർ പറയുന്നു? ഇതുവരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ എന്നെ ദൂരവേ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ അങ്ങനെയുള്ളവരെയും പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാണ്. എന്നെ ഒന്ന് തുടരണമേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ. കർത്താവേ എന്നെ ഒന്ന് തുടരണമേ, അങ്ങയുടെ തീ എന്റെ മേൽ ഒരിക്കൽ കൂടെ കത്തട്ടെ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുവാൻ പോകുകയാണ്. ഓ ശർബഹാതനാദികൽക്കര, രാത്രിയിൽ ഒരു വിടുതലാണോ നീ ആഗ്രഹിക്കുന്നത്? ചില പ്രതിസന്ധികളുടെ മുൻപിൽ നീ പതറി നിൽക്കുകയാണോ? ആമേൻ. ശാരീരിക രോഗം മുഖാന്തരമായി നീ പീഡനം അനുഭവിക്കുകയാണോ? ഇന്ന് രാത്രി ഒരു അത്ഭുതമാണോ നീ പ്രതീക്ഷിക്കുന്നത്? യേശു അത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ വിശ്വസ്തനാണ്. അവിടുത്തെ ഒരൊറ്റ സ്പർശനം മതി, ഒരൊറ്റ സ്പർശനം മതി. ഒരൊറ്റ സ്പർശനത്താൽ നീ സൗഖ്യമാകാൻ പോകുകയാണ്. ഒരൊറ്റ സ്പർശനത്താൽ നീ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ആമേൻ. വലിയ കടബാധ്യതകളുടെ നടുവിൽ നീ പതറി നിൽക്കുകയാണോ? ഒരൊറ്റ സ്പർശനം മതി, ഒരൊറ്റ സ്പർശനത്താൽ നീ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു അത്ഭുത വിടുതൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അയക്കുന്നു. വിശ്വസിച്ച് സ്വീകരിച്ചോണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സാമ്പത്തിക മേഖലകളിൽ സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ജനം സ്വതന്ത്രമായി തീരട്ടെ. മരണത്തിന്റെ ശക്തികൾ വിട്ടുപോകട്ടെ. ആത്മഹത്യയുടെ ശക്തികൾ വിട്ടുപോകട്ടെ. അഡിക്ഷൻസ് ശക്തികൾ വിട്ടുപോകട്ടെ. ആമേൻ. എല്ലാ പാപത്തിന്റെ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഓ യെസ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് അത്ഭുതകരമായി ജനത്തെ സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുത വിടുതലുകളെ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ പറയും കർത്താവേ എന്റെ മേൽ തീ കത്തണമേ എന്ന് എത്ര പേർ പറയും? ആമേൻ. അഭിഷേകത്തിന്റെ തീ കത്തണമെന്ന് ആഗ്രഹമുള്ളവർ കരമുയർത്തി പിടിക്കുക. നിങ്ങൾ വീട്ടിലായിരിക്കുന്നവർ നിങ്ങളും കരമുയർത്തുക. പരിശുദ്ധാത്മാവിന്റെ തീ നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുകയാണ്. ആമേൻ. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. ഈ തലമുറയിൽ നിങ്ങളെ പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. ഈ തലമുറയിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണമുള്ള ആ ആയുധങ്ങളെ കർത്താവ് തരാൻ പോകുകയാണ്. ആ ആയുധങ്ങളെ, സ്വർഗത്തിന്റെ ആയുധപ്പുര തുറന്നിരിക്കുന്നു. ആയുധപ്പുരയിൽ നിന്ന് ആയുധങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു. ഈ രാത്രിയിൽ തീ കത്തുമ്പോൾ നിന്റെ മേൽ ആയുധങ്ങൾ കൊഴിഞ്ഞു വീഴുവാൻ പോകുകയാണ്. ഞാൻ വിശ്വാസത്തോടുകൂടെ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വീകരിച്ചോണം. ആ ആത്മാവിന്റെ തീ നിങ്ങൾ സ്വീകരിച്ചോണം. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ജനത്തെ തൊടണമേ. 1, 2, 3 സ്വീകരിക്കുക. ആത്മാവിന്റെ തീ കത്തട്ടെ. ഭവനങ്ങളിൽ ആത്മാവിന്റെ തീ കത്തട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ തീ കത്തട്ടെ. ഈ ആരാധനാലയത്തിൽ തീ കത്തട്ടെ. ആരാധനാലയത്തിൽ പരിശുദ്ധാത്മാവിന്റെ തീ കത്തട്ടെ. ഒരു പകർച്ച സംഭവിക്കട്ടെ. ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടട്ടെ. അങ്ങയുടെ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.